भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 667 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 70 അധ്യായത്തിലെ 25 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിച്ച് തുടങ്ങുന്നത്. ജരാസന്ധന്റെ തടവറയിലാക്കപ്പെട്ട വിവിധങ്ങളായിരിക്കുന്ന രാജാക്കന്മാര്, 20,800 രാജാക്കന്മാര് ഒരു ദൂതനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ആ ദൂതൻ ഭഗവാനെ നമസ്കരിച്ച് അവരുടെ സന്ദേശത്തെ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീത പൃഥക് ധിയാ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ, ഭഗവാനെ അവിടുത്തെ വൈഭവം ആർക്കും അറിയാൻ സാധിക്കില്ല. പ്രപന്ന ഭയഭഞ്ജനാണ് അവിടുന്ന്. ശരണം പ്രാപിച്ചവരുടെ എല്ലാ തരത്തിലുള്ള ഭീതിയെയും പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ കഴിവുള്ള അവിടുത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വയം ത്വാം ശരണം യാമോ ഭവഭീത പൃഥക് ഭിയ. അപ്പൊ ഇവിടെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭേദഭാവന ഞങ്ങളെ ബാധിച്ചത് കൊണ്ടാണ് ഞങ്ങൾ സംസാരത്തിൽ പെട്ടുഴലേണ്ടി വന്നത്. എന്നാൽ വയം എന്ന് ആവുന്നതോടുകൂടി ഞങ്ങൾ അവിടുത്തെ ഭേദഭാവന, അവിടുത്തെ ഇതിലുള്ള ഭേദഭാവന നീങ്ങുന്നു ഞങ്ങളിൽ. അങ്ങനെയുള്ള ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ അവിടുത്തെ ശരണാഗതിയായി വീഴുകയാണ്. രക്ഷിക്കണേ, സ്വീകരിക്കണേ. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യച്ഛിനത്യനമിഷായ നമോസ്തു തസ്മൈ വികർമ്മ നിരതഃ. വികർമ്മത്തിൽ താല്പര്യമുള്ള ലോകം ത്വദുദിതേ ഭവദർച്ചനേ, അങ്ങയാൽ പറയപ്പെട്ട അങ്ങയുടെ പൂജാരൂപമായ സ്വേ കുശലേ കർമ്മണി, സ്വകീയമായ കുശലമായ കർമ്മത്തിൽ പ്രമത്തഃ, അനവഹിതനായി
യാവത് താവത്, എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം. യാ ബലവാൻ, ഏതൊരു ബലവാനാണോ, അസ്യ അവന്റെ ജീവിതാശാം സദ്യ ഛിനത്തി, അവന്റെ ജീവിതാശയെ പെട്ടെന്ന് ഛേദിക്കുന്നുവോ, അനിമിഷായ തസ്മൈ നമ അസ്തു. അങ്ങനെ കണ്ണടയ്ക്കാതിരിക്കുന്ന അനിമിഷായ തസ്മൈ, അവനായിക്കൊണ്ട് നമസ്കാരം. ജനങ്ങൾ ഏതുവരെയാണ് നിഷിദ്ധങ്ങളായ കാമ്യകർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നത്, അവരവരുടെ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും അനുയോജ്യമായ ഭഗവത് പൂജകൾ ചെയ്യാതിരിക്കുന്നത്, അതിൽ ശ്രദ്ധയില്ലാത്തവരായിരിക്കുന്നത്, അത്രയും കാലം അവർ സംസാര സങ്കടത്തിൽ അകപ്പെടുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രവൃത്തി എപ്പോഴും കണ്ടുകൊണ്ടും ഒരിക്കലും കണ്ണടയ്ക്കാതെയും ഇരിക്കുന്ന ആ അനിമിഷായ അങ്ങയുടെ ആ കാലസ്വരൂപം, അതിനെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സും ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ലോകേ ഭവാൻ ജഗദിന കലയാവതീർണ സദ്രക്ഷണായ ഖലനിഗ്രഹണായ ചാന്യ കശ്ചിത്വദീയമതിയാതി നിദേശമീശ കിം വാ ജനസുകൃതമൃച്ഛതി തന്ന വിദ്മാ. ലോകേ, ലോകത്തിൽ, ജഗതിനഹ, ജഗത്തിന്റെ ഈശ്വരനായ ഭവാൻ അങ്ങ്, സദ്രക്ഷണായ സജ്ജനങ്ങളുടെ രക്ഷണത്തിനും, ഖലനിഗ്രഹണായ ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനും, കലയാ കലയോടുകൂടി അവതീർണ അവതരിച്ചവൻ ആണ്. അങ്ങനെ ഈശ്വര അന്യ കഷ്ടിൽ, അന്യനായ ഒരാൾ അവിടുത്തെ സംബന്ധിച്ച ആജ്ഞയെ അതിക്രമിക്കുന്നു. ജനഹ ലോകം സ്വകൃതം തന്നാൽ ചെയ്യപ്പെട്ടതിൻ്റെ ഫലത്തെ ഋച്ഛതി കിംവ പ്രാപിക്കുന്നുവോ തത് ന വിദ്മ ഞങ്ങൾ അറിയുന്നില്ല. ലോകമര്യാദ നിലനിർത്താൻ, സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ആണ് അവിടുത്തെ ലോകത്തിൽ അവതരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ദുഷ്ടന്മാരായ ജരാസന്ധനെ പോലുള്ള ആളുകൾ അതിക്രമം കാണിക്കാനും ഞങ്ങൾ ഇത്ര കഷ്ടം അനുഭവിക്കാനും കാരണം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. സാമാന്യ രീതിയിൽ അങ്ങ് ഈ ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കേണ്ടതാണ്. അങ്ങയുടെ ആജ്ഞ അതിക്രമിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? ജരാസന്ധനെ പോലുള്ള ഒരു പ്രാകൃത മനുഷ്യന്? അതോ അവിടുന്ന് രക്ഷാധികാരിയായിരിക്കുമ്പോഴും ജനം അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതാണ്? അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തടങ്കലിൽ കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടുന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കർമ്മഫലം തന്നെയാവും. എന്താണ് ഇതിന് കാരണം എന്ന് ഭഗവാനെ ഞങ്ങൾക്കറിയുന്നില്ല. സ്വപ്നായിതം നൃപസുഖം പരതന്ത്രമീശ ശശ്വത്ഭയേന മൃതകേന ദുരം വാമ ഹിത്വാ തദാത്മനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേതി കൃപണാസ്തവമായേഹ. ഈശ്വര, നൃപസുഖം പരതന്ത്രം സ്വപ്നായിതം, ഈ രാജാവായിരിക്കുന്ന സുഖമുണ്ടല്ലോ, രാജസുഖം, അത് അസ്വതന്ത്രമാണ്, സ്വപ്നതുല്യവുമാണ്. എപ്പോഴും ഭയത്തോടുകൂടി മൃതകേന ധുരം, ആ മൃതതുല്യമായ ശരീരം കൊണ്ട് ഭാരത്തെ വഹിക്കുന്നു. അങ്ങയിൽ നിന്ന് അനീഹലഭ്യം, നിഷ്കാമകർമ്മികളാൽ ലഭിക്കപ്പെടാൻ യോഗ്യമായ ആത്മസുഖത്തെ, ആത്മനഹ തത് സുഖ, ആ ആത്മാനന്ദത്തെ ഉപേക്ഷിച്ചിട്ട് അതികൃപണ, ഏറ്റവും ലുബ്ധന്മാരായ ഞങ്ങൾ ഈ സംസാരത്തിൽ അങ്ങയുടെ മായ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് സ്വധർമാചരണം കൊണ്ട് അങ്ങയെ ആരാധിച്ച് ശരണം പ്രാപിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലേശം അനുഭവിക്കേണ്ടി വന്നത്. ഞങ്ങൾ രാജസുഖത്തിൽ മോഹിച്ചു. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, ഈ രാജസുഖം സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് അസ്വതന്ത്രമാണ്, ക്ഷണികമാണ്, അസ്വതന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിഷ്കാമകർമ്മം കൊണ്ട് സാധ്യമായ ആത്മസുഖത്തെ അവിടുത്തേൽ നിന്ന് സിദ്ധിക്കാൻ തക്കവിധം സ്വധർമ്മം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആരാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഈ ദുഃഖം, ക്ലേശം അനുഭവിക്കേണ്ടി വന്നത്.
അവിടുത്തെ മായയിൽ ഞങ്ങൾ മോഹിതരായി പോയി ഭഗവാനെ. അവിടുന്ന് തന്നെ ഞങ്ങളെ രക്ഷിക്കണേ. തന്നോ ഭവാൻ പ്രണതശോകഹരാഘ്രിയുഗ്മോ ബദ്ധാൻ വിയുങ്ക്ഷമഗധാഹ്വയ കർമ്മപാശാൽ യോ ഭൂഭുജോ യുതമദംഗജ വീര്യമേകോ ബിഭ്രൽരുരോധ ഭവനേ മൃഗരാടി വാവി. അയുതമദംഗജ വീര്യം, അയുതം 10,000 ആനകളുടെ വീര്യം, മദം പൊട്ടിയ ആനകളുടെ വീര്യത്തെ ഭരിക്കുന്ന ഏകനായ യാതൊരുവൻ മൃഗരാട് ആവി ഇവ, സിംഹത്തിന്റെ മുമ്പിൽ ആടുകൾ എന്നതുപോലെ ഭവനേ ഭൂഭുജ, രാജാക്കന്മാരെ ഭവനത്തിൽ തടവിലാക്കി. അത് കാരണം പ്രണതശോക ഹരാഘ്രിയുഗ്മ, നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്ന പാദങ്ങളോടുകൂടിയ അവിടുന്ന് ബദ്ധാൻ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ മാഗധാഹ്വയ കർമ്മപാശാൽ, മഗധൻ എന്ന് അറിയപ്പെടുന്നവന്റെ കർമ്മപാശത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ. ജരാസന്ധന് 10,000 ആനകളുടെ ശക്തിയുണ്ടെന്നാണ് പറയുക. അങ്ങനെയുള്ള ആ ജരാസന്ധൻ സിംഹം പെണ്ണാടുകളെ എന്നതുപോലെ രാജാക്കന്മാരെ മുഴുവൻ തടവിലാക്കിയിരിക്കുന്നു. നമസ്കരിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്ന അവിടുന്ന് ഞങ്ങളെ വന്ന് ഈ ജരാസന്ധന്റെ കർമ്മ പാശമാകുന്ന ആ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന ഞങ്ങളെ മുഴുവൻ അവിടുന്ന് രക്ഷിക്കണേ. യോ വൈ ത്വയാ ദ്വിനവകൃത്വ ഉദാത്ത ചക്ര ഭഗ്നോ മൃധേ ഖലു ഭവന്തമനന്ത വീര്യം ജിത്വാ നിർലോകനിരതം സകൃദൂഢദർപ്പോ യുഷ്മൽ പ്രജാരുജതി നോജിത തദ്വിധേഹി. ഉദാത്ത ചക്ര, ഉയർത്തിയ ചക്രത്തോടു കൂടിയവനെ ഭഗവാനെ, ചക്രധാരിൻ ആരാണോ ത്വയ അങ്ങയാൽ ദ്വിനവകൃത്വ 18 പ്രാവശ്യം യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടു. അതേപോലെ വലിയ പരാക്രമത്തോടു കൂടിയവനായിരിക്കുന്നുവെങ്കിലും അവിടുന്ന് ഒരു പ്രാവശ്യം അവനെ ജയിപ്പിച്ചു, 18ാമത്തെ തവണ. എന്നിട്ടോ അവനെ ജയിപ്പിച്ചിട്ട് ഊഢദർപ്പ, അധികരിച്ച അഹങ്കാരത്തോടു കൂടിയവനായി അവൻ യുഷ്മൽ പ്രജ, അങ്ങയുടെ പ്രജകളായ ഞങ്ങളെ അവൻ രുചതി, എപ്പോഴും പീഡിപ്പിക്കണു ഭഗവാനെ. അജിത തത്, അജിത അങ്ങ് ജയിപ്പിച്ചു ജരാസന്ധനെ, അല്ലാതെ ജരാസന്ധന് ജയിക്കാൻ സാധിക്കില്ല, അങ്ങേ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടത് തത്ത് വിധേഹി, വേണ്ടത് എന്താണോ അത് ചെയ്തു തരണേ എന്നാണ്. സുദർശനം എന്ന ചക്രായുധം അത് ധരിച്ച ആളാണ്. കാലചക്രം അങ്ങയുടെ കയ്യിലാണ്. ജരാസന്ധൻ അങ്ങയോടുകൂടി 18 തവണ യുദ്ധം ചെയ്തു, 17 തവണയും അവിടുന്ന് ജയിച്ചു. 18ാമത്തെ തവണ ജരാസന്ധൻ ജയിച്ചതായി അവിടുന്ന് അവനെ കൊണ്ട് തോന്നിപ്പിച്ചു. അത്രയേ ഉള്ളൂ. അവിടുത്തെ ഒരു മനുഷ്യ വിനോദം ആണ് ഈ 18ാമത്തെ തവണ തോറ്റോടിയതും പ്രവർഷണ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയതും ഒക്കെ. അവിടുത്തെ ഈ നാട്യം എന്തിനു വേണ്ടിയിട്ടാണ് അത് ആർക്കും അറിയാൻ സാധിക്കില്ല, ആർക്കും അറിയില്ല. അപ്പൊ അങ്ങയുടെ പക്ഷത്തുള്ള അങ്ങയുടെ പ്രജകളായിരിക്കുന്ന ഞങ്ങളെ ഉടനെ തന്നെ എങ്ങനെയാണോ രക്ഷിക്കേണ്ടത് അത് അവിടുത്തേക്കേ അറിയുള്ളൂ. ആ രീതിയിൽ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ദൂതം പറയാണ്, ഇതിമാഗധ സംരുദ്ധ ഭവദ്ദർശനകാംക്ഷിണ പ്രപന്നാപാദമൂലം തേ ദീനാനാം ശം വിധീയതാം. ദീനന്മാരിൽ സുഖത്തെ നൽകണേ. ദീനാനാം ശം വിധീയതാം. പ്രപന്നാ പാദമൂലം തേ, അവിടുത്തെ പാദമൂലങ്ങളിൽ ശരണം പ്രാപിച്ച മാഗധ സംരുദ്ധ, മഗധരാജാവിനാൽ ബന്ധിക്കപ്പെട്ട ഭവദ്ദർശനകാംക്ഷിണ, അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്ന തേ, അവർ ഇങ്ങനെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കും. ശ്രീശബ്രഹ്മർഷി പറയാണ്, ഈ സമയത്ത് രാജദൂതേ ബ്രുവത്യേവം, രാജദൂതേ ഏവം ബ്രുവതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദേവർഷി പരമദ്യുതി, സാക്ഷാൽ ദേവർഷി നാരദ മഹർഷി അവിടേക്ക് പ്രാദുരാസിയിൽ യഥാരവി, സൂര്യൻ എന്നതുപോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ബ്രഹ്മ തേജസ്, ചെമ്പിച്ച ജടാഭാരം, പിംഗ ജടാഭാരത്തോടു കൂടിയ നാരദ മഹർഷി സാക്ഷാൽ സൂര്യൻ എന്നതുപോലെ ചന്ദ്രവംശിയായ ഭഗവാന്റെ മുമ്പിൽ വന്നു. തം ദൃഷ്ട്വാ
ഭഗവാൻ കൃഷ്ണ സർവലോകേശ്വരേശ്വര വവന്ദ ഉദ്ധിത ശേഷ്ണ സസഭ്യസാനുഗോ മുദ. സർവലോകേശ്വരേശ്വര, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഭഗവാൻ തം ദൃഷ്ടുവ, നാരദനെ കണ്ടിട്ട് ഉദ്ധിത എഴുന്നേറ്റ് സസഭ്യ തൻ്റെ ആ സന്തോഷത്തോടുകൂടി ദണ്ഡ നമസ്കാരം ചെയ്തു. സാനുഗ അനുചരന്മാരോടുകൂടി വീണ് നമസ്കരിച്ചു നാരദ മഹർഷിയെ. ശീർഷ്ണാവവന്ത, ശിരസ്സുകൊണ്ട് ഭഗവാൻ വന്ദിച്ചു. സഭാജയിത്യാ വിധിവൽകൃതാസന പരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്യൈ ശ്രദ്ധയാ തർപ്പയൻ മുനിം. ഇങ്ങനെ അദ്ദേഹത്തിന് ഇരിക്കാൻ കൃതാസന പരിഗ്രഹം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പീഠം കൊടുത്തു. മുനിയെ ശ്രദ്ധയോടുകൂടി സൂനൃതൈ വാക്യൈ, മധുരമായ വാക്യങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയാനായിട്ട് ആരംഭിച്ചു. ശ്രീകൃഷ്ണൻ പറയുകയാണ്, അഭിസ്യുതദ്യലോകാനാം ത്രയാണാമകുതോ ഭയം നനുഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണ. അദ്യ ത്രയാണാം ലോകാനാം, ഇപ്പോ 3 ലോകത്തിനും അകുതോ ഭയം അഭിസ്വിൽ, ഒരു ഭയവും ഇല്ലല്ലോ, ലോകമൊക്കെ സുഖമായിട്ടിരിക്കണില്ലേ. ലോകങ്ങളെ പര്യടനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന അങ്ങയിൽ നിന്ന് മഹത്വമേറിയ ഗുണങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടുത്തെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ലോകസഞ്ചാരം ചെയ്യാണ്. അതുകൊണ്ട് അങ്ങക്ക് എല്ലായിടത്തെ കാര്യങ്ങളും അറിയാം. അപ്പൊ ആരും വിഷമിക്കൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ക്ഷേമമല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ലോകത്ത്? നഹിതേ വിദിതം കിഞ്ചിൽ ലോകേഷ്വീശ്വര കർത്തൃഷു അഥ പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. അല്ലയോ ഹേ ഋഷേ, ഈശ്വരനാകുന്ന കർത്താവോടുകൂടിയ ലോകങ്ങളിൽ അങ്ങയാൽ അറിയപ്പെടാത്തത് കിഞ്ചിത് നഹി, ഒന്നും തന്നെ ഇല്ല. അങ്ങക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡവാനാം ചികീർഷിതം യുഷ്മാൻ പൃച്ഛാമ, പാണ്ഡവന്മാരുടെ വിവരം എന്തൊക്കെയാണ്? അവർക്ക് സുഖമല്ലേ? പാണ്ഡവന്മാരുടെ വിശേഷങ്ങൾ പ്രത്യേകമായിട്ട് ഭഗവാൻ ചോദിക്കുന്നു. ലീലാമാനുഷ വിഗ്രഹ, ഒരു ലീല, മനുഷ്യനാട്യം ഭഗവാനെ സംബന്ധിച്ച ഒരു ലീലയാണ്. എല്ലാം അറിയെങ്കിലും ഭഗവാൻ പറയുകയാണ്, നാരദ മഹർഷി അങ്ങക്ക് എല്ലാം അറിയാലോ, അതുകൊണ്ട് ആ പാണ്ഡവന്മാര് കുന്തിതനയന്മാർക്ക് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി നൽകുന്ന മറുപടി, ദൃഷ്ടാമയാതേ ബഹുശോ ദുരത്യയ മായാ വിഭോ വിശ്വസൃജശ്ച മായിന ഭൂതേഷു ഭൂമംശ്ചരതസ്വ ശക്തിഭിർ വന്യേരിവച്ഛന്നരുചോ നമേദ്ഭുതം. ഹേ വിഭോ വിശ്വസൃജ മായിനഃ, ബ്രഹ്മാവിന് നേരെ പോലും മായ പ്രയോഗിക്കുന്ന അവിടുന്ന് വന്യേ ഇവ, വന്യയുടെ എന്നതുപോലെ മറയ്ക്കപ്പെട്ട പ്രകാശത്തോടു കൂടിയ അവിടുത്തെ അതിക്രമിക്കാൻ കഴിയാത്ത ഈ മായാശക്തിയെ മയാ ബഹുശാ ദൃഷ്ട, ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നു. എനിക്കിതില് അത്ഭുതമൊന്നുമില്ല, ഇത് ഭഗവാന്റെ മായ മാത്രമാണ് എന്നാണ്. കാരണം നാരദ മഹർഷി പറയുകയാണ്, വിദ്യാശക്തി അവിദ്യാശക്തി, അങ്ങയുടെ ശക്തികളാൽ സകല ഭൂതങ്ങളിലും അന്തർഭാഗത്ത് അവിടുന്ന് തന്നെ നിലനിൽക്കുന്നു. അഗ്നിയുടെ പ്രകാശം അതിൻ്റെ ആ വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എന്നതുപോലെ അത് വിറകിനറിയാൻ സാധിക്കില്ല അഗ്നിയുടെ പ്രകാശം. ഇതേപോലെ സകല ചരാചരങ്ങൾക്കും അതിൻ്റെ ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന അവിടുത്തെ അറിയാൻ സാധിക്കില്ല. ലോകസൃഷ്ടാവിനെ പോലും മോഹിപ്പിക്കുന്നതാണ് അവിടുത്തെ മായാശക്തി. അത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്ന ഈ ചോദ്യം തന്നെ വലിയൊരു മായയാണ്. ഒന്നും അറിയാത്തവനല്ല അവിടുന്ന്, എല്ലാം അറിയുന്ന പരമാത്മ ചൈതന്യമാണ് അവിടുന്ന്. എങ്കിലും അവിടുന്ന് ചോദിക്കുന്നത് കൊണ്ട് പറയാം എന്നുള്ള രീതിയിലാണ്. തവേഹിതം കോർഹതി സാധു വേദിതും സ്വമായേദം സൃജതോ നിയച്ഛത യദ്വിദ്യമാനാത്മതയാവഭാസത്തെ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനെ സ്വമായ ഇതം സൃജത. തൻ്റെ മായ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന നിയച്ഛത, തന്നിൽ തന്നെ അടക്കുന്ന അങ്ങയുടെ ഈ ഹിതം, അങ്ങയുടെ
പ്രായത്തെ, അങ്ങയുടെ പ്രവൃത്തികളെ സാധു വേദിതം ക അർഹതി, ശരിയായ രീതിയിൽ വേണ്ട പോലെ മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? യത് വിദ്യമാനാത്മതയ, ഉള്ളതെന്നതുപോലെ പ്രകാശിപ്പിക്കുന്നു, നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയ ആ അവിടുത്തേക്ക് അടിയന്റെ നമസ്കാരം. ഈ ലോകം മുഴുവൻ അവിടുത്തെ മായാശക്തിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉള്ളത് എന്നതുപോലെ തോന്നുന്നു, മായാശക്തി കൊണ്ട് ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഒടുവിൽ ആ ശക്തിയിലേക്ക് തന്നെ അത് ലയിക്കുകയും ചെയ്യണു എന്നാണ്. ജീവസ്യ യസംസരതോ വിമോക്ഷണം ന ജാനതോനർത്ഥവഃ ശരീരത ലീലാവതാരൈ സ്വയശ പ്രദീപകം പ്രാജ്വാലയൽ ത്വാ തമഹം പ്രപദ്യേ. അനർത്ഥത്തെ ഉണ്ടാക്കുന്ന ശരീരത്തിൽ നിന്ന് മോചനമാർഗത്തെ ന ജാനത, അറിയാതെ സംസരിക്കുന്ന, ഈ ലോകത്ത് സഞ്ചരിക്കുന്ന ജീവന് യാതൊരുവൻ ലീലാവതാരങ്ങൾ കൊണ്ട് തൻ്റെ കീർത്തിയാകുന്ന പ്രദീപത്തെ പ്രോജ്വലിപ്പിച്ചുവോ ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. എന്തിനാണ് എനിക്ക് ഈ മായാചേഷ്ടിതങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണെങ്കിൽ, അജ്ഞാനാന്ധകാരത്തിൽപ്പെട്ട് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ശരീരബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകൾ, അങ്ങനെ ജനിച്ചും മരിച്ചും മരിച്ചും ജനിച്ചും കഴിയുന്ന പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള രീതിയിലുള്ള ജീവനെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടുന്ന് പല പല ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ആ കർമ്മങ്ങൾ കേൾക്കുകയും സ്മരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ അജ്ഞാന അന്ധകാരം പരിപൂർണമായി ഇല്ലാതെയായിട്ട് തീർന്നു. അവിടെ അവിടുത്തെ കീർത്തിയാകുന്ന ദീപം തെളിയുന്നു. അത് കാട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കാൻ ആരാണോ കളിക്കുന്നത് ആ അവിടുത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അഥാപ്യാശ്രാവയേ ബ്രഹ്മ നരലോക വിഡംബനം രാജ്ഞ പൈതൃശ്വസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. ഇങ്ങനെ അവിടുത്തെ ചോദ്യത്തെ ഞാനിതാ ബഹുമാനിച്ചുകൊണ്ട്, നരലോക വിഡംബനം ബ്രഹ്മ, നരലോകത്തിന്റെ ആ മനുഷ്യ ശരീരനാട്യത്തോടു കൂടിയ അങ്ങയെ പൈതൃശ്വസാവിന്റെ പുത്രൻ എന്ന് വെച്ചാൽ പിതൃ സഹോദരിയുടെ പുത്രൻ, ഭക്തൻ, രാജ്ഞ, അതാരാ രാജാവ്? ധർമ്മപുത്രൻ. ധർമ്മപുത്ര രാജാവിന്റെ ചികീർഷിതം ആശ്രാവയെ, അദ്ദേഹത്തെ പറയുന്ന ആഗ്രഹത്തെ ഞാനിപ്പോ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ധർമ്മപുത്രർ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വരുന്നത്. എന്താ ധർമ്മപുത്രരുടെ ആഗ്രഹം? യക്ഷ്യതി ത്വാം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവ പാരമേഷ്ഠ്യകാമോ നൃപതി തദ്ഭവാൻ അനുമോദതാം. പരമോത്കൃഷ്ട സ്ഥാനം ആഗ്രഹിക്കുന്ന രാജാവ്, ചക്രവർത്തി പദം ആഗ്രഹിക്കുന്ന രാജാവായ യുധിഷ്ഠിരൻ യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഖേന്ദ്രേണ ആ രാജസൂയത്തെ ത്വാം യക്ഷ്യതി, അവിടുത്തെ യജിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനെ അങ്ങ് അനുമോദിക്കണം, അങ്ങ് അതിനെ വേണ്ട പോലെ ആക്കി തരണം. അങ്ങയെ രാജസൂയ യാഗം കൊണ്ട് യജിക്കണം എന്നാണ് ധർമ്മപുത്രരുടെ ആഗ്രഹം. തസ്മിൻ ദേവ ക്രതുവരേ ഭവന്തം വൈ സുരാദയ ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ച യശസ്വിന. ഇപ്പൊ ഇവിടെ ഞാനിവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാൽ മതിയല്ലോ, ഞാൻ ഒന്ന് സങ്കല്പം ചെയ്താൽ പോരെ എന്നാണെങ്കിൽ അങ്ങനെയല്ല. അവിടുത്തെ കാണാൻ ആഗ്രഹിച്ചും കൊണ്ട് ക്രതുവരെ ആ ഉത്കൃഷ്ട യാഗത്തിൽ സുരാദയ ദേവാദികളും യശസ്വിന രാജാനഹ കീർത്തിശാലികളായിട്ടുള്ള രാജാക്കന്മാരും ഒക്കെ അവിടേക്ക് വരും. അതുകൊണ്ട് അങ്ങ് അവിടെ ഉണ്ടാവണം. എല്ലാവരുടെയും ആഗ്രഹം പൂർത്തിയാക്കാൻ അവിടുത്തേക്ക് കാരുണ്യമുണ്ടാവണം. അവിടുന്ന് ഇവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാലും ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അങ്ങയെ കാണുക എന്ന മോഹത്തോടു കൂടി വരുന്ന രാജാക്കന്മാര്, അതേപോലെ ഋഷീശ്വരന്മാര്, അവർക്കൊക്കെ അവരുടെ ആ ആഗ്രഹ സാഫല്യത്തിന് അവിടുന്ന് വരണേ. ശ്രവണാൽ കീർത്തനാൽ ധ്യാനാൽ പൂയന്തേന്തവസായിന തവ ബ്രഹ്മമയസ്യേഷ കിമുദേക്ഷാഭിമരിഷിന. ഭഗവാനെ, ബ്രഹ്മസ്വരൂപനായ അവിടുത്തെ ശ്രവണം കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും ധ്യാനം കൊണ്ടും അന്തേവസായിന
ജാതന്മാര് അവര് പോലും ശുദ്ധരായിത്തീരണു. പൂയന്തേ ഈക്ഷാഭിമർശിനം. അങ്ങനെയെങ്കിൽ അവിടുത്തെ കാണാനും സ്പർശിക്കുകയും ചെയ്താൽ, അതിനുകൂടി സാധിച്ചാൽ അതിൻ്റെ പുണ്യം എത്ര വലുതായിരിക്കും. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ, അവിടുന്ന് ഈ യാഗശാലയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പരിശുദ്ധരാകും. അങ്ങയെ തൊടാൻ സാധിക്കുക. നോക്കൂ, ചണ്ടാളന്മാർ പോലും അവിടുത്തെ ദിവ്യലീലകൾ കേൾക്കുക പാടുക ഒക്കെ ചെയ്താൽ, ധ്യാനിച്ചാൽ ഒക്കെ ശുദ്ധരാവണം. അങ്ങനെ അവിടുന്ന് നേരിട്ട് യാഗശാലയിലേക്ക് വന്നാൽ എത്രയാണ് അവരുടെ ശുദ്ധി എന്ന് പറയാൻ സാധിക്കുമോ? അവിടുത്തെ ഈ ദിവ്യമായ സ്വരൂപം യസ്യാമലം ദിവ്യശപ്രഥിതം രസായാം ഭൂമൗ ച തേ ഭുവനമംഗള ദിഗ്വിധാനം മന്ദാകിനീതി വിഭോഗവതീതി ചാധോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. ഭുവനമംഗള, 3 മംഗള, ഭുവനങ്ങളെ മംഗളമാക്കുന്നവൻ, ഭുവനങ്ങളുടെ മംഗളസ്വരൂപൻ. ദിവി രസായാം ഭൂമോ, സ്വർഗത്തിലും രസാതലത്തിലും അല്ലെങ്കിൽ പാതാളത്തിലും ഭൂമിയിലും. ദിഗ്വിധാനം, ദിക്കുകളുടെ അലങ്കാരമായിട്ട് പ്രസിദ്ധപ്പെട്ട നിർമ്മലമായ യസ്യ തേശ, അങ്ങയുടെ യശസ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. ദിവി സ്വർഗത്തിൽ മന്ദാകിനി എന്നും പാതാളത്തിൽ ഭോഗവതി എന്നും ഇവിടെ ഗംഗ എന്നും പ്രസിദ്ധമായ ആ തേ ചരണാംബു, അങ്ങയുടെ പാദോദകം വിശ്വം പുനാതി, ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. ഗംഗയ്ക്ക് ഭൂമിയിൽ പേര് ഗംഗ, ആകാശത്തോ സ്വർഗത്തിൽ മന്ദാകിനി, താഴെ പാതാളത്തിലോ ഭോഗവതി, ഇങ്ങനെയാണ് പേര്. അത് അവിടുത്തെ പാദതീർത്ഥമാണ് ഭഗവാനെ, എല്ലാവർക്കും മംഗളത്തെ നൽകുന്നതാണ്. തത്ര ശിശുബ്രഹ്മഷി പറയാണ്, തത്ര തേഷ്വാത്മപക്ഷേഷ്വ ഗൃഹൽസു വിജിഗീഷയാ വാചപേശൈ സ്മയൻ ഭൃത്യമുദ്ധവം പ്രാഹ കേശവ. തേഷു ആത്മപക്ഷേഷു, ആ ആത്മപക്ഷക്കാർ ജയേച്ഛ അനുഗൃഹൽസു, ഗ്രഹിക്കാത്തവരായിരിക്കും എന്നുള്ളത് ആ വിഷയത്തിൽ കേശവൻ ചിരിച്ചും കൊണ്ട് വാചപേശൈ, മധുരവാക്കുകൾ കൊണ്ട് ഉദ്ധവനോട് പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്ന കൃഷ്ണപക്ഷക്കാരായിട്ടുള്ള യാദവന്മാര് ജരാസന്ധനെ ജയിക്കാൻ പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, യുധിഷ്ഠിര യാഗത്തിനാണ് ശ്രമിക്കേണ്ടത് എന്ന് നാരദാഭിപ്രായത്തെ പറഞ്ഞ ആളുകൾ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ സന്ദർഭത്തിൽ ഒന്ന് പുഞ്ചിരിച്ചും കൊണ്ട് ഉദ്ധവനോട് പറയുകയാണ്, ത്വം ഹി ന പരമം ചക്ഷു സുഹൃന്മന്ത്രാർത്ഥ തത്വവിൽ തഥാത്ര ബ്രൂഹ്യനുഷ്ഠേയം ശ്രദ്ധധ്മാക്കരവാമതൽ. ത്വം ഹി, നീ തന്നെയാണ്, ന പരമം ചക്ഷു, ഞങ്ങളുടെ ദിവ്യമായ കണ്ണ്, ബന്ധു, മന്ത്രസാധ്യങ്ങളായ കാര്യങ്ങളുടെ സ്വരൂപത്തെ അറിയുന്നവൻ. അതുകൊണ്ട് ഇവിടെ അനുഷ്ഠേയം ബ്രൂഹി, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയൂ, ഞാനത് ശ്രദ്ധിച്ചോളാം, ചെയ്യുകയും ചെയ്യാം. നീ പറയുക, ഇപ്പൊ യുദ്ധത്തിന് പോണോ അതോ രാജസൂയത്തിന് പോണോ, ഏതാ വേണ്ടത് ആലോചിച്ച് പറയൂ. ഇത്യുപാമന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുഗ്ധവൽ നിദേശം ശിരസാധായ ഉദ്ധവം പ്രതിഭാഷത. സർവജ്ഞേനാഭി, എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ. എങ്കിലും ഭഗവാൻ മൂഢനെ പോലെ, മുഗ്ധവത്, മൂഢനെ പോലെ ഭർത്ര ഇതി ഉപാമന്ത്രിത, തന്റെ സ്വാമിയാൽ ഇങ്ങനെ മന്ത്രിക്കപ്പെട്ടപ്പോ ഉദ്ധവൻ ആ കൽപ്പനയെ ശിരസാധായ, ശിരസാ സ്വീകരിച്ചിട്ട് പ്രത്യഭാഷത, മറുപടി. ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ നിന്നപ്പോ ഉദ്ധവനറിയാം ഭഗവാനെല്ലാം അറിയാമെന്ന്. അപ്പൊ തൻ്റെ ഉള്ളിൽ വാക്കുകളായി വരുന്നതും ഭഗവാന്റെ സങ്കല്പം തന്നെയാണ്. അതുകൊണ്ട് ഉദ്ധവൻ അതിന് മറുപടി പറയാൻ ആരംഭിച്ചു എന്ന് പറയുന്നിടത്താണ് ഭഗവദ്ധ്യാന വിചാരം എന്ന ദശമസ്കന്ധത്തിലെ 70ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഇതോടുകൂടി ഇന്ന് നമ്മൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണം. നാളെ 71ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം.
സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.